ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചക്കപ്പപ്പടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാദ്യം നല്ല പച്ച ചക്ക എടുത്തിട്ടുണ്ട്. ചക്ക നല്ലോണം വൃത്തിയാക്കി മടലൊക്കെ പോക്കി നന്നായിട്ട് എന്താ പറയുക, അത് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ചക്ക. ഇനി ഇത് വേവിച്ചെടുക്കണം. അതിന് ഞാൻ അടുപ്പത്ത് ഒരു ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം വെച്ച് ആദ്യമേ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യം ചൂടാക്കി വെച്ചിട്ടില്ലെങ്കിൽ ചക്ക എന്താ പറയുക, ഒരു വാടിപ്പോവും. അപ്പോൾ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ ആദ്യമേ തിളപ്പിച്ച വെള്ളത്തിൻ്റെ മേലെ വേണം നമ്മൾ ആവിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വെച്ച് ഇതാ എൻ്റെ ചക്ക വെന്തതാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. മിക്സിയിലൊന്നും അരച്ചെടുക്കാൻ പറ്റത്തില്ല, കാരണം വെള്ളം ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുത്താൽ മിക്സി നിന്നു. അപ്പോൾ ഞാനിവിടെ അമ്മിയിലാണ് അരച്ചെടുക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് അരച്ചപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്, കാരണം അമ്മിയിൽ അരച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പം മിക്ക വീടുകളിൽ അമ്മി ഉണ്ടാകത്തില്ല. ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു അമ്മിയാണ്. ഞാനിതിൽ കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം ഇത് അരച്ചെടുക്കുന്നത്. ഇത് മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തു അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഉപ്പും കൂട്ടിയാണ് ഞാനിത് അരച്ചെടുത്തത്. ഇനി ഇത് ചെറിയ ബോളുകളാക്കിയിട്ട് പൂരി പ്രഷറിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് റൗണ്ടിൽ പപ്പടത്തിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. ഒന്നുമില്ല, കുറച്ച് എണ്ണ തടവിയിട്ട് റൗണ്ട് ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്തിട്ട് പ്രഷറിൻ്റെ അകത്ത് പപ്പടത്തിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പപ്പടത്തിൻ്റെ ഷേപ്പിലാക്കിയ ശേഷം നമ്മളിത് വെയിലത്ത് ഉണങ്ങാൻ വെക്കണം. ഓരോന്നാക്കിയ ശേഷം ഞാൻ അത് വെയിലത്ത് വെച്ചിട്ടുണ്ട്. നല്ല വെയിൽ കിട്ടണം. ആദ്യത്തെ ദിവസം നല്ല വെയിൽ കിട്ടിയാൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വെയിലത്ത് വെച്ച് വൈകുന്നേരം ആയപ്പോൾ ഇതാണ് അവസ്ഥ. ഇങ്ങനെയുണ്ട് പപ്പടം. ഇനി ഇത് ഒരു 3 ദിവസമെങ്കിലും നന്നായിട്ട് ഉണങ്ങി കിട്ടണം. കാരണം ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി ചക്ക നല്ല ഒരു കിലുകില ആവും. ഒരു കിലുകില് സൗണ്ട് വരും. ആ സമയത്താണ് നമുക്കിത് ഒരു ചില്ലുപ്പിയിലിട്ട് അടച്ചു വെക്കാൻ പറ്റുക. അപ്പോൾ ഇത് എന്താ പറയുക, 1ാമത്തെ ദിവസം ആയിട്ടേ ഉള്ളൂ. ഇനി ഇത് 2ാമത്തെ ദിവസത്തെ വീഡിയോ ആണേ. അപ്പോൾ ഇത് 2ാമത്തെ ദിവസം ആയപ്പോൾ ഇത് ഏകദേശം ഒന്നുകൂടെ ഇതായിട്ടുണ്ട്. ഒരു നല്ല വെള്ളമൊക്കെ പോയിട്ട് നല്ലൊരു ഷേപ്പിലായിട്ടുണ്ട്. ഒരു പപ്പടത്തിൻ്റെ കുറച്ചും കൂടെ ഒരു കട്ടി കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോയിൽ തന്നെ മനസ്സിലാവും. പപ്പടത്തിൻ്റെ കട്ടി നന്നായി കുറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ ദിവസത്തെ തന്നെയാണിത്. 2ാമത്തെ ദിവസം ഇത്രയേ ആയിട്ടുള്ളൂ. ഒരു ദിവസം കൂടി വെച്ച് നോക്കാം, നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഞാൻ 3 ദിവസമാണ് മൊത്തത്തിൽ വെക്കുന്നത്. നമുക്ക് 3-4 ദിവസം വെക്കാം, ഓരോ വെയിലിനനുസരിച്ചിരിക്കും അത്. അപ്പോൾ 2 ദിവസം കൊണ്ട് ഇങ്ങനെ ആയിട്ടേ ഉള്ളൂ എൻ്റെത്. അപ്പോൾ തന്നെ ഒരു ആദ്യം വെച്ച പപ്പടത്തിൻ്റെ ഒരു ഇതല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഇനി 3ാമത്തെ ദിവസം ഞാൻ വെച്ച് നല്ലൊരു വെയിൽ കിട്ടി എനിക്ക് 3 ദിവസവും കൊണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അത് ഉണക്കാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് എൻ്റെ പപ്പടത്തിൻ്റെ അവസ്ഥ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇങ്ങനെയുണ്ട് പപ്പടം. ഓക്കെ, താങ്ക് യു.